ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചി. ഓക്കെ, സോ ഇത് ഒരു പ്യുവർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ല, IHRDയുടെ കീഴിൽ വരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫീസ് അല്ലായിരിക്കും ഇതിന്, കുറച്ചധികം ഫീസ് കൂടുതലായിരിക്കും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന് വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചി, ഓൾസോ നോൺ ആസ് MEC കൊച്ചി, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചി. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഇവിടെ ഗവൺമെൻറ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ പ്യുവർ ഗവൺമെൻറ് അല്ല, അതൊരു മിസ്റ്റേക്കാണ്. 1989 ഇത് സ്ഥാപിതമായത്. കൊച്ചി, കേരളത്തിലെ കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഓൾസോ നോൺ ആസ് ദാറ്റ് എന്താണ് ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഓർ MEC തൃക്കാക്കര നമുക്കറിയാം. എങ്ങനെ ഇവിടെ എത്താമെന്ന് ചോദിച്ചെങ്കിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്ററാണ് എങ്ങോട്ടേക്കുള്ളത്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ളത്. അതുപോലെ തന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11 കിലോമീറ്റർ മാത്രമാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ദൂരം. NIRFൻ്റെ റാങ്കിങ് പ്രകാരം 2021 251-നും 300-നും ഇടയിലായിരുന്നു NIRF റാങ്ക് വന്നത്. ദ വീക്കിൻ്റെ സർവേ പ്രകാരം ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ ഇന്ത്യയിൽ 2022 73-ാം സ്ഥാനത്ത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇടം പിടിച്ചു. 2023 79-ാം സ്ഥാനത്തും ഇടം പിടിച്ചു. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിൽ 2023 37-ാം സ്ഥാനത്ത് വന്നെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 26-ാം സ്ഥാനത്ത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇടം പിടിച്ചു. മോഡ് ഓഫ് അഡ്മിഷൻ വി നോ ദാറ്റ് കീം വഴിയാണ് അഫിലിയേഷൻ. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി APJ-KTUമായിട്ടാണ് നമ്മൾ ഇത് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ കോഴ്സസ് ഉണ്ടെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ. ഇതല്ലാതെ കുറച്ചധികം ബ്രാഞ്ചസ് കൂടെ ഉണ്ട്, പക്ഷെ അത് ഇതിൽ കാണിക്കുന്നില്ല. നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വരുമ്പം ചെക്ക് ചെയ്യാം. ഓക്കെ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സീറ്റ് മെട്രിക്സ് ആണ് കാണുന്നത്. കമ്പ്യൂട്ടർ സയൻസിന് 120 സീറ്റുകളുണ്ട്, ട്രിപ്പിളിക്ക് 60 സീറ്റും, ECക്ക് 120 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കലിന് 60 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ്, മൊത്തത്തിൽ 420 എന്നാണ് കാണിക്കുന്നത്. ഇതിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കാരണം രണ്ട് ബ്രാഞ്ചസിലധികം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ടോപ്പ് റിക്രൂട്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ലിങ്ക്ഡ്ഇൻ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലുള്ള പ്രധാനപ്പെട്ട എല്ലാ കമ്പനീസും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ റിക്രൂട്ട് ചെയ്യാൻ വന്നതായിട്ട് കാണുന്നു. ഇനി നമുക്ക് ഫസ്റ്റ്, അതായത് 2023 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ക്ലോസിംഗ് റാങ്ക് നമുക്ക് നോക്കാം. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 2023 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് 3285-ഉം, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് 1035-ഉം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 5355-ഉം, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് 9711-ഉം, ECക്ക് 2586-ഉം, ഇലക്ട്രോണിക്സ് VLSI ഡിസൈന് 7813-ഉം, മെക്കാനിക്കലിന് 12675-ഉമായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ വന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഇനി കമ്പ്യൂട്ടർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ വന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് 3407-ഉം, പ്യുവർ കമ്പ്യൂട്ടർ സയൻസിന് 1351-ഉം, ട്രിപ്പിളിക്ക് 6843-ഉം, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കലിന് 10678-ഉം, ECക്ക് 3246-ഉം, VLSIക്ക് 8450-ഉം, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 15826-ഉമാണ് വന്നത്. ഇനി മൂന്നാമത്തെ അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ വന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പ്രകാരം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് റാങ്ക് ക്ലോസിംഗ് റാങ്ക് 4460-ഉം, പ്യുവർ കമ്പ്യൂട്ടർ സയൻസിന് 1740-ഉം, ട്രിപ്പിളിക്ക് 8962-ഉം, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കലിന് 15360-ഉം, ECക്ക് 4045-ഉം, VLSI ഡിസൈന് 14004-ഉം, മെക്കാനിക്കലിന് 22507-ഉമാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു.